സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. വെറുതെ ഇരിക്കുമ്പോൾ പോലും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ടിക്ടോക്കും എല്ലാം സ്ക്രോൾ ചെയ്യുന്നവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്ത ബ്രെയിൻ റോട്ട് എന്ന അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇനി എന്താണ് ബ്രെയിൻ റോട്ട് എന്നല്ലേ പറയാം. ഓക്സ്ഫോർഡ് സർവകലാശാല കണ്ടെത്തിയ ഈ വർഷത്തെ പ്രശസ്തമായ 6 വാക്കുകളുടെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് ഒന്നാം സ്ഥാനത്തെത്തിയത് ഈ വാക്കായിരുന്നു. ഭാഷാശാസ്ത്ര പഠനത്തിനും 37,000-ലേറെ ആളുകൾ പങ്കെടുത്ത വോട്ടെടുപ്പിനു ശേഷമാണ് ബ്രെയിൻ റോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. നിലവാരം കുറഞ്ഞതോ നിസ്സാരമോ ആയ ഉള്ളടക്കം സ്ഥിരമായി കാണുകയോ വായിക്കുകയോ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ മാനസിക ഭൗതിക നിലവാരത്തിനുണ്ടാകുന്ന തകർച്ചയാണ് ബ്രെയിൻ റോട്ട് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത കാലത്ത് ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സമയം ചെലവഴിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനെതിരായ വിമർശനങ്ങളിലൂടെയാണ് ഈ വാക്ക് വീണ്ടും ശ്രദ്ധ നേടിയത്. മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഈ വാക്ക് കൂടുതലായി ഉപയോഗിക്കുന്നുവെന്ന് ഓക്സ്ഫോർഡ് അഭിപ്രായപ്പെട്ടു. 2023-നും 2024-നും ഇടയിൽ 230% ഇന്റർനെറ്റ് ഉപയോഗം ഉയർന്നത്. എന്നാൽ ഇന്റർനെറ്റിന്റെ ഉപയോഗം വരുന്നതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ബ്രെയിൻ റോട്ട് എന്ന പദം ആദ്യമായി ഉണ്ടായത്. 1845-ൽ ഹെൻറി ഡേവിഡ് തോറോയുടെ വാൽഡൻ എന്ന പുസ്തകത്തിലൂടെയാണ് ബ്രെയിൻ റോട്ട് ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത്. ആശയങ്ങളെ നിലവാരം കുറച്ച് കാണിക്കുന്ന സമൂഹത്തിന്റെ പ്രവണതയെ സൂചിപ്പിക്കുന്ന ഭാഗത്താണ് അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചത്. ബ്രെയിൻ റോട്ട് അനുഭവിക്കുന്ന ആളുകൾ പലപ്പോഴും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി സോഷ്യൽ മീഡിയയിലെ ഉള്ളടക്കങ്ങളെ ആശ്രയിക്കുകയാണെന്ന് US-ലെ ഡിജിറ്റൽ വെൽനസ് ലാബിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മൈക്കിൾ റിച്ച് ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു. തന്റെ പല സുഹൃത്തുക്കളും ബ്രെയിൻ റോട്ടിനെ ഒരു ബഹുമതിയായിട്ടാണ് കാണുന്നതെന്നും ഒരു വലിയ കാര്യമെന്ന രീതിയിൽ കൂടുതൽ സമയം സ്ക്രീനിൽ ചെലവഴിക്കാനായി അവർ മത്സരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ഒഴിവു സമയം എങ്ങനെയാണ് ചെലവഴിക്കപ്പെടുന്നത് എന്നതിനെയും വെർച്വൽ ലോകത്തെ അപകട സാധ്യതകളെക്കുറിച്ചും വ്യക്തമാക്കുന്നതാണ് ബ്രെയിൻ റോട്ട് എന്ന പദമെന്ന് ഓക്സ്ഫോർഡ് ലാംഗ്വേജസ് പ്രസിഡന്റ് കാസ്പർ കാത്തോളും അഭിപ്രായപ്പെട്ടു. ലോകത്ത് പല ഡിക്ഷണറികളും വേർഡ് ഓഫ് ദി ഇയർ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഓക്സ്ഫോർഡ് കൂടാതെ മിറിയം വെബ്സ്റ്റർ, കോളിൻസ്, കേംബ്രിഡ്ജ് തുടങ്ങിയവയൊക്കെ ഇതിൽപ്പെടും. 2004-ലാണ് ആദ്യമായി ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദി ഇയർ പ്രസിദ്ധീകരിച്ചത്. ഷാവ് എന്ന വാക്കാണ് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബ്രിട്ടനിലെ ചിലയിടങ്ങളിൽ യുവാക്കൾക്കിടയിൽ പ്രചരിക്കുന്ന ഹിപ്പി സംസ്കാരം പോലുള്ള ഒരു ജീവിത രീതിയാണ് ഷാവ്. തൊട്ടടുത്ത വർഷം ലോകത്തിന്റെ പ്രിയപ്പെട്ട വേർഡ് ഗെയിമായ സുഡോക്കോ വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. കാർബൺ ഫുട് പ്രിന്റ്, ടോക്സിക്, സെൽഫി തുടങ്ങിയ വാക്കുകളും തുടർ വർഷങ്ങളിൽ ഇടം നേടി. 2023-ൽ റിസ്, 2021-ൽ വാക്സ് എന്നീ വാക്കുകളാണ് ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്.